മാഷ ഇത്തവണത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM സഖാക്കൾ BJPക്ക് ധാരാളമായി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഏതാണ്ട് വ്യക്തമായിരുന്നു. ഇപ്പോൾ തെളിവുമുണ്ട്. ഞാൻ പറയാം. അതായത് ഈ മലബാറിലെയൊക്കെ ചില ഇടതുകോട്ടകളിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ 2019-നേക്കാൾ 100% വോട്ട് കൂടിയിട്ടുണ്ട്. ഇരട്ടി ആയിട്ട് വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് ധർമ്മടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പിണറായി വിജയന്റെ മണ്ഡലം. തൃക്കരിപ്പൂര് 2019 8652, ഇത്തവണ 17085, നേരെ ഇരട്ടി. പയ്യന്നൂര് 9268 2019, അത് 18466. കല്യാശ്ശേരി 9854 17688. തളിപ്പറമ്പ് 8659 നിന്ന് 16706. ധർമ്മടം കഴിഞ്ഞ തവണ CK പത്മനാഭന് 14429 ആയിരുന്നത് ഇത്തവണ 16711. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും സഖാക്കൾ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കണക്ക് കണ്ടപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോടൊരു ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് തീരുമാനിച്ച് ചെയ്തതാണ്. ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സുധാകരന് വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. സുധാകരന് ഇവിടെ വോട്ട് ചെയ്യില്ല, എന്നാൽ പിന്നെ BJPക്ക് ആകട്ടെ എന്ന് തീരുമാനിച്ച് ചെയ്താണ്. മാഷ് ഈ മാറ്റത്തിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ശരിക്കും ഈ ഭരണവിരുദ്ധ വികാരമാണോ പിണറായി വിജയ വിരുദ്ധ വികാരമാണോ? രണ്ടാമതാവ് പറഞ്ഞതാണ് പ്രഥമ പരിഗണനയ്ക്ക് വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. CPMനോട് ആത്മാർത്ഥമായി സ്നേഹമുള്ളവർ, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ മനുഷ്യസ്നേഹികളുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പലപ്പോഴും ജീവൻ കൊടുക്കുകയും ജീവിതം കൊടുക്കുകയൊക്കെ ചെയ്ത വലിയ മനുഷ്യരുള്ളൊരു മണ്ണാണത് ഈ വടക്കേ മലബാർ. അറിയാലോ, കയ്യൂരിൻ്റെ, മുനയംകുന്ന്, ആരോൺമിൽ, ഒരുപാട് വലിയ വിപ്ലവങ്ങളുടെയൊക്കെ നാടാണ്. അപ്പോൾ ആ നാട്ടിലെ മനുഷ്യരിൽ ഇപ്പോഴും, ഇപ്പോൾ ഒഞ്ചിയം ഉൾപ്പെടെ ആ നാട്ടിലെ മനുഷ്യർക്ക് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങളിൽ വിശ്വാസമുണ്ട്. അവരുടെ സ്വപ്നത്തെ മൊത്തമായി അട്ടിമറിച്ച ഒരാൾ വഴി മാറി വന്ന് ഒരു കാരണവശാലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഒരു തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും തലപ്പത്ത് വരാൻ പാടില്ലാത്ത ഒരാൾ, ഈ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഉടായ്പുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അങ്ങേയറ്റത്തെ ഏകാധിപത്യത്തിന്റെ മനോഹരമായൊരു പര്യായമാണ്. അതെ, മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടി എന്ന് പറയും. അതെ, അതിൽ ആ പ്രോലിറ്റേറിയറ്റ് ആവുമ്പോൾ താഴെ നിന്നല്ലേ കെട്ടിപ്പടുക്കേണ്ടത്. എല്ലാം അങ്ങനെയല്ലേ വരേണ്ടത്. താഴേന്ന് വരാത്ത ഒന്നും, ജനങ്ങളിൽ നിന്ന് പഠിക്കാത്ത ഒരു വിദ്യയും വിവരമല്ല. താഴെ നിന്ന് കെട്ടിപ്പടുത്തുകൊണ്ടിരാത്ത, അടിത്തറയില്ലാത്ത ഒരു പാർട്ടിക്കും മേൽക്കൂര കൊണ്ട് ഉപകാരമില്ല എന്നൊക്കെയല്ലേ പഠിപ്പിച്ചത്. അങ്ങനെയല്ലേ പഠിച്ചതും, അതല്ലേ ശരിയും. അങ്ങനെ വരുമ്പോൾ ആ ജനത വലിയ പ്രതീക്ഷയോടെ കണ്ടൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ച്, പരിപാടികളെക്കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ചൊന്നും ആ ജനതയ്ക്ക് വലിയ വിയോജിപ്പുണ്ടാവില്ല ഇപ്പോഴും. പക്ഷെ അവരുടെ കൺമുമ്പിൽ വെച്ച് അവരുടെ തന്നെ സ്വപ്നങ്ങൾ പിച്ചി ചീന്തി എറിയുന്നത് അവർ കാണുകയാണ്. മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റം, മനുഷ്യവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ രീതി. ഇപ്പോൾ രാമേന്ദ്രൻ സാറിനോട് പറഞ്ഞ ഏരിയ കമ്മിറ്റി മെമ്പർ ആരാന്ന് എനിക്കറിയില്ല. പക്ഷേ പല ഏരിയ കമ്മിറ്റി മെമ്പർമാരും ഈ ഇലക്ഷന് ശേഷം പലപ്പോഴും പല സംസാരങ്ങളിലും വളരെ രൂക്ഷമായി പ്രതികരിക്കുകയാണ്. അവൻ ഈ പാർട്ടിയെ തകർത്തിട്ടേ, അവന് ഉപ്പുവെച്ച കലം പോലെയാക്കി മാറ്റി ഈ പാർട്ടിയെ. ഇത് ലിക്വിഡേറ്റ് ചെയ്തിട്ടേ പോകും അവനും അവൻ്റെ മോളും ബാക്കിയാവും അവസാനം എന്ന രീതിയിൽ പാർട്ടി വിരുദ്ധമായി, പാർട്ടിക്കെതിരായി ഉച്ചത്തിൽ സംസാരിക്കാൻ ഈ ഇലക്ഷന് ശേഷം കേരളത്തിലെ CPM അണികൾ വലിയ തോതിൽ തയ്യാറാകുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ വരുമ്പോൾ അവർ ഉറച്ച് വിശ്വസിക്കുന്നത് പാർട്ടി അല്ല കുഴപ്പം, പാർട്ടിയെ തന്നെ നശിപ്പിക്കുന്നത് ഇദ്ദേഹമാണ്. അവസാനം ഈ ചർച്ചയ്ക്കൊക്കെ ഒടുവിൽ ഇവരൊക്കെ പറയുന്നൊരു റീസൺ ഉണ്ട്, ഞാനത് എപ്പോഴും പറയുന്നതാണ്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസമായി പലപ്പോഴും പലയിടത്തും ഞാൻ പറഞ്ഞു, ഇവരൊക്കെ അവസാനം ചോദിക്കുന്നൊരു ചോദ്യം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ടിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ 10-80 കൊലകൊമ്പന്മാരായ കേമന്മാർ ഇപ്പോഴും അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടല്ലോ, ഇവർക്കൊന്നും നാക്ക് പൊങ്ങുന്നില്ലേ? ഇവരൊന്നും എന്താ മിണ്ടാത്തത്? അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മനോഹരമായൊരു വാക്യം, സാറേ
ഞങ്ങളൊക്കെ വളരെ ദൂരത്തായതുകൊണ്ട് ഞങ്ങളെ ഒന്നും വരിയുടക്കാൻ കിട്ടിയിട്ടില്ല. അവന്മാരൊക്കെ ഇതിനകത്താണല്ലോ, വളരെ അടുത്താണല്ലോ, അതുകൊണ്ട് അവരെയൊക്കെ ആദ്യമേ വരി ഉടച്ചു എന്നാണ്. വരി ഉടക്കാനുള്ള ആയുധങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ട് പിണറായി വിജയനെ തന്നെ ആയിരിക്കും ഒന്നാമത് ശത്രുവായിട്ട് കാണുക. രണ്ടാമത് ഇത് നൽകുന്നൊരു പാഠം, ഇവർക്കൊരു വലിയ വെളിച്ചം, ദിശാബോധം കൊടുത്ത ഒരു ദൃശ്യം, ഒരു വാർത്ത അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് കണ്ണൂരിൽ നിന്ന്, ഒരുപക്ഷെ മലബാറിൽ നിന്ന് പാർട്ടിയിൽ വന്ന ഏറ്റവും കരുത്തൻ, രണ്ടർത്ഥത്തിലും ശക്തൻ, കരുത്തൻ എന്നൊക്കെ പറയാവുന്ന നേതാവാണല്ലോ ഇ.പി. ജയരാജൻ. ഇ.പി. ജയരാജന് പാർട്ടിക്കകത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ അദ്ദേഹം അഭയം ചോദിച്ച് ചെല്ലുന്നത് ബി ജെ പിയിലാണ്. ഇ.പി. ജയരാജൻ്റെ താല്പര്യങ്ങൾ വളരെ വലുതായിരിക്കാം, വലിയ താല്പര്യങ്ങൾ, അദ്ദേഹത്തിന് മൂലധന താല്പര്യങ്ങളുണ്ടാവും, അധികാരത്തിൻ്റെ വലിയ മോഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവും. മഹാരാഷ്ട്ര ഗവർണറിൽ കുറഞ്ഞൊന്നും അദ്ദേഹത്തിന് വേണ്ടല്ലോ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അത്തരം താല്പര്യങ്ങളുടെ പേരിൽ ഇവർക്ക് അഭയം തേടി പോകാവുന്ന ഒന്നാണ് ബി ജെ പി എങ്കിൽ, ഇത്രയും കാലം ബി ജെ പിയെക്കുറിച്ച് ആരായിരുന്നു നമ്മളോട് പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? നമ്മളെ പേടിപ്പിച്ച് നിർത്തിയിട്ട് ഇവർക്കൊക്കെ പോകാൻ കൊള്ളാവുന്ന ഒരു അഭയസ്ഥാനമാണല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ തോൽപ്പിക്കുകയും പിണറായി വിജയന് ഒരു ഡോസ് കൊടുക്കുകയും വേണം. എന്നാൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ കെ സുധാകരന് വോട്ട് ചെയ്യാൻ താല്പര്യവുമില്ല. അപ്പോൾ പിന്നെ ആർക്കാ ചെയ്യേണ്ടത്? അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ബി ജെ പിക്കാണ്. മൂന്നാമത്തെ ഒരു പാഠം കൂടി ഇത് നൽകുന്നുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞത് ഇരട്ടി വോട്ട് കിട്ടിയ മണ്ഡലം. അതെ, അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് മാത്രം കൂടെ ധർമ്മടവും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതെ, ഇരട്ടി വോട്ട് കിട്ടിയ മണ്ഡലങ്ങൾ ധാരാളം വേറെ കിടക്കുന്നു. ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങൾ പരിഗണിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്ന 11 മണ്ഡലങ്ങളില്ലേ, 11-ല് 2 ഒഴിച്ച് 9 CPM ആണ്. 11 CPM അല്ലേ? അല്ല, 2 CPI ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു 11 ഇടതുപക്ഷമാണ്. അതെ, ഇടതുപക്ഷം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇടതുപക്ഷത്ത് നിന്നാണ് ആളുകൾ കൂട്ടമായി പോയി യാതൊരു മറയും ലജ്ജയും ഇല്ലാതെ പരസ്യമായി പ്രകടനം നടക്കാൻ അവർക്ക് പറ്റില്ല. പാർട്ടി ഗ്രാമങ്ങളാണ് പ്രത്യേകിച്ച്. അവർ തടി ബാക്കിയാക്കില്ല. ഗുണ്ടായിസമാണ് കയ്യിലിരിപ്പ്, മാഫിയകളാണ് ഇവരുടെയൊക്കെ മൂലധനം. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പോയിട്ട് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും ശക്തമായ പ്രതിഷേധമാണ് ഈ കുത്തിയത്, ആ വോട്ടാണ്. 11 സീറ്റുകളിൽ ഭൂരിപക്ഷം, ഏതാണ്ട് 9 സീറ്റിൽ രണ്ടാം സ്ഥാനം, പിന്നെ 10 സീറ്റിൽ മൂന്നാം സ്ഥാനം. ഒന്ന് കൂട്ടി നോക്കൂ, 30 സീറ്റിൽ ഇന്ന് ഇലക്ഷൻ നടന്നാൽ ഇപ്പോൾ ഈ ഒരു കണക്കിൻ്റെ ബലത്തിൽ ഇലക്ഷനെ നേരിട്ടാൽ തന്നെ ഒരു 30 സീറ്റ് പിടിച്ചാൽ കിട്ടുന്ന നല്ലൊരു മത്സരം, നല്ല സ്ഥാനാർത്ഥിയെ വെച്ച് മത്സരിച്ചാൽ കിട്ടാവുന്ന അവസ്ഥയിൽ ബി ജെ പി എത്തിയില്ലേ? അത്രയും ബി ജെ പി എത്തിയ 110 സീറ്റിൽ മറ്റേ ഈ ഭരണവിരുദ്ധമാണ് വോട്ട്. 110 സീറ്റിൽ മൊത്തത്തിൽ ഭരണവിരുദ്ധമാണ്, ആൻറ്റി ഇൻകംബൻ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ സാധ്യത വളരെ ക്ലിയറായൊരു ചിത്രമായിട്ട് കാണും. അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാൻ ഈ LDF-ലൊക്കെ തന്നെയുള്ള പല നേതാക്കന്മാരും തയ്യാറായേക്കും, ചെറിയ പല കാരണങ്ങളാൽ. ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മലബാറിലെ മാറ്റം ഉണ്ടല്ലോ, ഈ CPM സഖാക്കൾ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത്, ഇത് ഹിന്ദു സഖാക്കൾ തന്നെ ആയിരിക്കണമെന്നുണ്ടോ, അതോ ഈ ഹിന്ദു വോട്ടിലെ മാറ്റമായിട്ട് കാണാമോ? ഹിന്ദു വോട്ട് മാറിയതാവാനാണ് സാധ്യത. ഹിന്ദു വോട്ടിൽ തന്നെയാണ് ആ മാറ്റം വരിക. അതിനൊരു കാരണം കൂടിയുണ്ട്, വളരെ നഗ്നമായ ന്യൂനപക്ഷ പ്രീണനം. അതെ, പിണറായി വിജയൻ്റെ ആവനാഴിയിലെ ഏറ്റവും വൃത്തികെട്ട ആയുധമായിട്ട് പ്രയോഗിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനം, വളരെ നഗ്നമായ മുസ്ലിം പ്രീണനം. എന്താ റിസൾട്ട്? പിണറായി വിജയൻ പഠിച്ചില്ലെങ്കിൽ പോലും CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി പഠിക്കുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താ? മുസ്ലിങ്ങളെ പൊട്ടന്മാരാക്കി പറ്റിച്ച് കളയാൻ ചോദിച്ചു. മുസ്ലിങ്ങൾ പണി കൊടുത്തു, ഒരൊറ്റ എണ്ണം ചെയ്തില്ല എന്ന് മാത്രമല്ല. ഏതെങ്കിലും സാറ് കണ്ടില്ലേ? മൈനസാണല്ലോ, മൈനസാണ്. മുസ്ലിം വോട്ടുകൾ ബി ജെ പിയിൽ നിന്ന്, മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ CPM-ൽ നിന്ന് ചോർന്നു പോയി എന്ന് പറഞ്ഞാൽ, പിണറായി വിജയ, നിന്റെ തട്ടിപ്പൊക്കെ ഞങ്ങൾക്കറിയാം, നിന്റെ കൂടെ കൂടിയിട്ട് ഒരു ആരവം കൂട്ടാൻ ചിലപ്പോൾ യോഗത്തിന് ഞങ്ങൾ വന്നു എന്ന് വരും, ഞങ്ങളെ വോട്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ എന്ന് മുസ്ലിങ്ങൾ പണി കൊടുത്തു. അതേസമയം തന്നെ ഈ നഗ്നമായ പ്രീണനം കണ്ട് മടുത്ത പരമ്പരാഗത സെക്കുലർ മനസ്സുള്ള CPM-ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹിന്ദു വോട്ടും പോയി.
അനാവശ്യമായ പ്രീണനം നടത്തിയപ്പോൾ സംഭവിച്ചത് രണ്ടു കൂട്ടരും പോയിന്ന്. അതാണല്ലോ സംഭവിച്ചത്. അതുകൊണ്ട് ഈ പോയ വോട്ടുകൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പോയ വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ തന്നെ ആയിരിക്കും. കാരണം കോൺഗ്രസിന് കിട്ടിയ വോട്ടുകളിൽ നല്ല നല്ല പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ, അതായത് CPM നിന്ന് ഹിന്ദുക്കൾ മാറുന്നു. ശരിക്കും പറയേണ്ടതാണ്. സി പി എം വലിയ തോതിൽ ഹിന്ദു പാർട്ടി അല്ലാതാവുന്നു എന്ന് മാത്രമല്ല, ഹിന്ദുക്കളാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും ആരാണ് ആ പാർട്ടിക്ക് വേണ്ടി ചോര കൊടുത്തത്, ആരാണ് ചാവേറുകളായത്, ആരാണ് ജീവിതം കൊടുത്തത്, ജീവച്ചവങ്ങളായി ഇപ്പോഴും ജീവിക്കുന്നവരെ കണക്കെടുത്തോളൂ. ഇവർ പറയുന്നുണ്ടല്ലോ RSSൻ്റെ ഇരകളായി തീർന്ന രക്തസാക്ഷികളുടെ കണക്കെടുത്തോളൂ. അത് മുഴുവൻ മഹാഭൂരിപക്ഷം മുഴുവനും തന്നെ പറയും. ഇതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ഈ സഖാക്കൾ ഇനി RSSകാരെ കൊല്ലാനായിട്ട് ഈ സഖാക്കളെ കിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് അതിന് കിട്ടൂല, ഉറപ്പാണത്. മാത്രമല്ല സാറേ, ഈ കണ്ണൂരിലേക്ക് കൊലപാതകങ്ങൾ പലതും രാഷ്ട്രീയമാണോ എന്ന് സംശയിക്കുന്ന എത്ര പേരുണ്ടെന്ന വിചാരം. പലപ്പോഴും രാഷ്ട്രീയമായ തർക്കങ്ങളുണ്ടാവും, നിസ്സാരമായ ഇഷ്യൂസ് ഉണ്ടാവും. അത് രമ്യമായി പരിഹരിച്ച് ചോരച്ചാലുകൾ ഒഴുകാതെ നോക്കേണ്ടതല്ലേ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ബാധ്യത. അതും ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പ് പിന്നീട് നാടിൻ്റെ നേതൃത്വമായി മാറുമ്പോൾ അവരുടെ പണി എന്താ? നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നടക്കുന്ന കാര്യം എന്താ? രണ്ട് പാർട്ടിക്കാർ തമ്മിൽ തർക്കം ഉണ്ടായാൽ പോലും അതിലേതെങ്കിലും ഒരു കൂട്ടത്തിലെ നേതാവിനെ എല്ലാവർക്കും സ്വീകാര്യമായതുണ്ടെങ്കിൽ അയാൾ പറഞ്ഞാൽ എല്ലാവരും കേൾക്കൂലേ? അതിന് പകരം ബോംബുണ്ടാക്കാൻ ആളെ പറഞ്ഞയക്കുക. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരുന്ന കാര്യം അതല്ലേ, ഒരു പ്രധാനപ്പെട്ട കാര്യം. ഷാഫി പറമ്പിലിന് ഇത്രയേറെ ഭൂരിപക്ഷം ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കും? സഖാക്കൾ വളരെ നഗ്നമായി പോയി വോട്ട് ചെയ്തു. ഒന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, TP ചന്ദ്രശേഖരൻ്റെ ചോര അങ്ങനെയൊന്നും മറക്കൂല അവർ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധതയല്ലേ അത്? ഒരു യോജിപ്പ് പറഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടിക്കകത്ത് ചന്ദ്രശേഖരനെ എപ്പോഴാണ് വർഗശത്രുവിൻ്റെ ഗണത്തിൽപ്പെടുത്തുക? ചന്ദ്രശേഖരനെ കൊന്നതിന് ഭൂമിയിലെ ഏത് പ്രത്യയശാസ്ത്ര പ്രകാരം എന്ത് ന്യായം പറയാൻ പറ്റും? ആ മനുഷ്യൻ എന്താ ചെയ്ത കുറ്റം? പിണറായി വിജയൻ്റെ നയപരിപാടികളെ അദ്ദേഹത്തിൻ്റെതായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വിമർശിച്ചിട്ടുണ്ടാവും. അന്നത്തെ വിഭാഗീയതയിൽ VS അച്യുതാനന്ദനെ അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ അവകാശമല്ലേ? അതിനാണ് കൊന്നത്. അപ്പോൾ ആ TP ചന്ദ്രശേഖരൻ ഒരു ഫാക്ട് മരിച്ച ശേഷവും കുലംകുത്തി ആണെന്ന് പറഞ്ഞു. പാകത്തീരുവില്ല മനുഷ്യൻ. ഇത് സത്യം പറഞ്ഞാൽ ഒന്നാമത് സമൂഹത്തേക്കാൾ വലിയൊരു ഈഗോ കൊണ്ടു നടക്കുന്നവനെ ഒരു സാമാന്യ പക്വതയുള്ള മനുഷ്യൻ എന്ന് വിളിക്കാൻ പാടില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. സമൂഹമല്ലാതെ വ്യക്തി എന്ന് പറയുന്ന ഒന്നിൻ്റെ ഈ വ്യക്തിത്വം പോലും അപ്രസക്തമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ ഒരാൾക്ക് എന്നെ കുറ്റപ്പെടുത്താൻ അവരാരും എന്നുള്ള ചോദ്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട. 2019 ഇതുപോലെ ഒറ്റ സീറ്റ് മാത്രം കിട്ടിയപ്പോൾ ഈ പിണറായി വിജയന്റെ പ്രതികരണം, ഞാൻ അരനൂറ്റാണ്ടായിട്ട് കൊണ്ടുകിടക്കുന്ന ശൈലിയാണ്, അത് മാറാനൊന്നും പോകുന്നില്ല എന്നാണ്. ഇത്തവണ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും തിരുത്തൽ പ്രതീക്ഷിക്കാമോ? അങ്ങനെ തിരുത്തിയിട്ട് വല്ല കാര്യവും ഇനി ഉണ്ടോ? തിരുത്തൽ അദ്ദേഹത്തിനല്ല, CPMന് തിരുത്താൻ സാധ്യതയുണ്ട്. അത് തിരുത്തേണ്ടത് ഇയാൾക്ക് അടുത്തൂൺ കൊടുത്ത് അതിവേഗത്തിൽ ഇവിടുന്ന് കെട്ടുകെട്ടിക്ക് ഏതു ലോകരാജ്യത്തെ എവിടെയെങ്കിലും പോയി അഭയം തേടി ജീവിച്ചോട്ടെ. ഇനി വേണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പിണറായിയിലെ കൊട്ടാരത്തിൽ പോയി കഴിഞ്ഞുകൂടിയാലും കുഴപ്പമില്ല. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എത്രയും വേഗം ഇദ്ദേഹത്തിന് പെൻഷൻ കൊടുത്ത് പറഞ്ഞയക്കുന്നുവോ അത്രയും നല്ലത്. തിരുത്തൽ അതല്ലാതെ ഇനിയുള്ള മിനിമം പരിപാടി കൊണ്ടില്ല. ചെറിയ ചെറിയ ഈ തുന്നിക്കെട്ട് സർജറികളൊന്നും ഇനി സാധ്യമല്ല. ഇനി ഒറ്റ അടിസ്ഥാനപരമായ ഓപ്പറേഷനേ ഉള്ളൂ. പിണറായി വിജയനാണ് ഈ പാർട്ടിയെ ഇത്രത്തോളം നശിപ്പിച്ചത്. അദ്ദേഹം തന്നെയാണ് ഇത് സമ്പൂർണ്ണമായി നശിപ്പിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇത് വെച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജന് സഖാക്കളുടെ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് ഊഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. MV ജയരാജനെ തോൽപ്പിക്കുമെന്ന് അവിടെ തീരുമാനിച്ച പലരും ഉണ്ട്, നമ്മളെക്കാൾ മുമ്പേ തീരുമാനിച്ച. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, പിണറായി വിജയന് ഡോസ് കൊടുക്കേണ്ടതുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് EP ജയരാജൻ ഇതുപോലെ പലതവണ പി ജയരാജന് ഇതുപോലെ പണി കൊടുത്ത പല സന്ദർഭങ്ങളിലും പിണറായി പണി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൂലക്കിരുത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഈ PJ ആർമി ഉൾപ്പെടെയുള്ളവരൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. അതുപോലെ ശൈലജയ്ക്ക് പണി കൊടുത്തു. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ MV ജയരാജനെ കൊണ്ടുപോയിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയത് എന്തിനായിരുന്നു?
ഇപ്പം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തിനാണ്? അതിൻ്റെയൊക്കെ പിന്നിൽ അജണ്ട ഉണ്ട്. ഇത് കണ്ണൂർക്കാർക്ക് ഇപ്പോൾ ആദ്യമൊന്നും മനസ്സിലാവില്ലെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം. എം വി ഗോവിന്ദനെ പിടിച്ച് പാർട്ടി സെക്രട്ടറി ആക്കിയത് എന്തിനാണ്? എല്ലാത്തിനും പി ശശിയെ പുനരധിവസിപ്പിച്ചത്. പി ശശിയെ പുനരധിവസിപ്പിച്ചു. പി ശശിയെ വെച്ചുകൊണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ മാഫിയ താല്പര്യങ്ങൾ ഒരുപാട് നടപ്പാക്കാനുണ്ട്. അതിനുവേണ്ടിയുള്ള കുറേ ആക്ഷൻ പ്ലാൻ ഉണ്ട്. ഇതൊക്കെയാണ് കണ്ണൂർ. അതുകൊണ്ട് കണ്ണൂർക്കാരിപ്പോൾ നമ്മളെക്കാൾ, എനിക്ക് തോന്നുന്നു കേരളത്തെക്കാൾ മുമ്പേ കണ്ണൂർ ചിന്തിക്കുന്നു എന്ന് വേണം കാണാൻ. അപ്പോൾ കണ്ണൂരിലെ പാർട്ടി ഇനി എങ്ങോട്ടാണ്? കണ്ണൂരിലെ പാർട്ടി ഒരു സമ്പൂർണ്ണ പതനത്തിൽ നിന്ന് കേരളത്തിലെ പാർട്ടി, കണ്ണൂർ പാർട്ടി ആദ്യം തീരുമാനിക്കണം. കണ്ണൂർ പാർട്ടിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിണറായി വിജയനെ നേതൃത്വത്തിൽ നിന്ന് മാറ്റാനുള്ള ആദ്യത്തെ വെടിമുഴങ്ങുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെ ആയിരിക്കും. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പി ജയരാജൻ സൈലൻ്റായിട്ടും ഇ.പി. ജയരാജൻ സൗകര്യപ്പെട്ടും ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ താരതമ്യേന പാർട്ടി നശിച്ചു പോകരുത്, തകർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി ഘടകങ്ങളിലൊക്കെ വരുന്ന എം വി ജയരാജന് ഈ എളുപ്പത്തിൽ ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? എം വി ജയരാജനെ തിരിച്ചു കൊണ്ടുവരുമോ എന്ന് പോലും സംശയിക്കണം. കാണാനിരിക്കുന്നതാണത്. അതെ, അത് നമുക്ക് നോക്കണം. അത് കാത്തിരുന്ന് കാണണം. എം വി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തട്ടിക്കളഞ്ഞ് രക്ഷപ്പെടുത്താൻ, പാർട്ടിയെ രക്ഷപ്പെടുത്താനാണോ തനിക്ക് താല്പര്യമുള്ളവരെ പ്രതിഷ്ഠിക്കാനാണോ നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ജയരാജൻ രക്ഷപ്പെട്ടില്ല, പാർട്ടിയും രക്ഷപ്പെട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ചിത്രം. ഇനി എന്ത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.